നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. നീ എന്താണ് ഇങ്ങോട്ട് വരുന്ന കാര്യം അച്ഛനെ വിളിച്ച് പറയാത്തത്? അച്ഛൻ എന്താ കൊണ്ടുവന്ന് നോക്കി. ഒരു ഉമ്മതാ. ആഹാ, ഞാൻ വീട്ടിൽ പോയിരുന്നു. അവിടുന്നാ പറഞ്ഞേ നീ ഇങ്ങോട്ട് വന്നു. എന്നെ ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ ഞാൻ കൂട്ടിക്കൊണ്ട് വരത്തില്ലായിരുന്നോ? ഇന്നലെ രാത്രി മുതൽ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നല്ലോ, അതുകൊണ്ടാ പിന്നെ വിളിക്കാതിരുന്നു. അത് പിന്നെ ബാറ്ററിയിൽ ചാർജ് ചെയ്തിരുന്നതാ. പിന്നീട് അത് റെഡിയായി. ഇവിടെ വന്ന ശേഷം പിന്നെ ചാർജ് ആയതായിരിക്കും അല്ലേ? ഞാനേ വിനയനെ കണ്ടപ്പോൾ അവന്റെ നിർബന്ധത്തിന് വഴങ്ങി ഒരു ബീർ കഴിച്ചു, ഒരെണ്ണം. അതുകൊണ്ട് അങ്ങോട്ട് വരാതിരുന്നു. അല്ല, ഞാൻ ഇങ്ങോട്ട് വന്നതിൽ ഇന്ദ്രന്റെ ടെൻഷനൊന്നും ഇല്ലല്ലോ. ടെൻഷനോ? എന്തിന്? നീ ഇവിടെ ഓക്കെ ആണെങ്കിൽ ഞാനും ഓക്കെ. ആ, അത് മതി. ഭർത്താവിന്റെ വീട്ടിൽ ഭർത്താവിന്റെ കൂടെ ജീവിക്കാന്നുള്ളതാ ഏതൊരു പെണ്ണിനും അഭിമാനം. ഈ വീട് ഞാൻ സ്വന്തം വീട് പോലെ കരുതുന്നോണ്ട് ഇവിടെ പിന്നെ എന്ത് പ്രശ്നം ഉണ്ടായാലും അത് സ്വന്തം കുടുംബത്തിലെ പ്രശ്നമായി കരുതാനും എനിക്ക് പറ്റും. പ്രശ്നങ്ങളൊന്നും ഇനി ഉണ്ടാവില്ലല്ലോ. അതിന് വേണ്ടതൊക്കെ നമുക്ക് ചെയ്യാം. എല്ലാവരും മനസ്സ് വെച്ചാ കുടുംബത്തിലെ സന്തോഷവും സമാധാനമൊക്കെ കൊണ്ടുവരാൻ ഒരു പ്രയാസം ഉണ്ടാവില്ല. അതെ, പക്ഷേ അതിനെല്ലാവരും മനസ്സ് വെക്കണം. ആർക്കും മറ്റൊരാളെ പേടിച്ച് ജീവിക്കേണ്ട അവസ്ഥ ഉണ്ടാവരുത്. അങ്ങനെ ഒരു സാഹചര്യം ആയിരിക്കണം ഇനി നമ്മളിവിടെ ഉണ്ടാക്കേണ്ടത്. ആ, അതൊക്കെ നമുക്ക് ഉണ്ടാക്കാനോ? അല്ല, എന്ന് വെച്ച് ആരെയും പേടിക്കാതെ നമുക്ക് എന്തും ചെയ്യാമെന്നൊരു ചിന്ത ആർക്കും ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ആർക്കെങ്കിലും ഒരു ചിന്ത ഉണ്ടായാ പിന്നെ അത് മുളയിലെ നമ്മൾ നുള്ളിക്കളയണം. അത് പിന്നെ നമ്മൾ വളരാൻ അനുവദിക്കരുത്. ആ, നീ വന്നിട്ട് എല്ലാവരെയും കണ്ടല്ലോ അല്ലേ? ആ, കാണേണ്ടവരെയൊക്കെ കണ്ടിരുന്നു. പ്രതിഭ എനിക്കൊരു ചായയും. ആ, എനിക്കൊരു ചായ കുടിച്ചാൽ കൊള്ളാവുന്നുണ്ട്. നീ വാ, നമുക്കേ പ്രതിഭയോട് തന്നെ ചോദിക്കാം, ഒരു ചായ ഉണ്ടാക്കി തരാം. വാ. തോളി കൈയിട്ട് നടന്നോടാ. നിനക്ക് അവളെ മതിയെങ്കിൽ ഞാൻ നിന്നെ അങ്ങ് വേണ്ടെന്ന് വെക്കും. അത് താങ്ങാനുള്ള ശക്തി നിനക്കൊണ്ടായിരുന്നാ മതി.